Good morning, girls. Today we can discuss centralization and decentralization of authority. സെൻട്രലൈസേഷൻ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. എന്താണ് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ അറ്റ് ദ ടോപ്പ് ഹിയറാർക്കി ഓഫ് മാനേജ്മെൻറ്റ്. അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാം സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് കൺസിസ്റ്റൻറ്റ് റിസർവേഷൻ ഓഫ് അതോറിറ്റി അറ്റ് സെൻട്രൽ പോയിൻറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സെൻട്രലൈസേഷനിൽ ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ the top executives, and operative decisions and actions at lower levels in the organization are subject to the close supervision of top executives. മനസ്സിലായോ? അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസിഷൻ മേക്കിംഗ് പവറും ആർക്ക് മാത്രമാണ്? ടോപ്പ് ലെവലിന് മാത്രമായിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന്. ഇനി ഈ ലോവർ ലെവൽ മാനേജേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് അണ്ടർ ദ ക്ലോസ് സൂപ്പർവിഷൻ ഓഫ് ടോപ്പ് ലെവൽ management. So we can say centralization denotes that most of the decisions are taken not at a point where work is being done but at a point higher in the organization. അപ്പം അതുകൊണ്ടാണ് ഫയോൾ പറഞ്ഞിട്ടുണ്ട് എവ്രിതിങ് ദാറ്റ് ഗോസ് ടു ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സബോർഡിനേറ്റ് റോൾ ഇസ് ഡീസെൻട്രലൈസേഷൻ. എവ്രിതിങ് വിച്ച് ഗോസ് ടു റെഡ്യൂസ് ഇറ്റ് ഇസ് സെൻട്രലൈസേഷൻ. അപ്പോൾ ഈ സെൻട്രലൈസേഷനിൽ സബോർഡിനേറ്റ്സിൻ്റെ റോള് റെഡ്യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഇംപ്ലിക്കേഷൻ ഓഫ് സെൻട്രലൈസേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതി വെക്കുക. റിസർവേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ അറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, then reservation of operating authority with the middle level managers, and reservation of operation at lower level management at the direction of top management. മനസ്സിലായോ? ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫയോൾസ് ഡെഫിനേഷൻ ഇസ് സെൻട്രലൈസേഷൻ ഇസ് ദാറ്റ് ഓർഗനൈസേഷൻ വെയർ ദ റോൾ ഓഫ് സബോർഡിനേറ്റ് ഇസ് റിഡ്യൂസ്ഡ്. അക്കോർഡിംഗ് ടു ലൂയിസ് ആലൻ, centralization is the systematic and consistent reservation of authority at central points within an organization. ഇത് രണ്ടും നമ്മൾ നോക്കിയതാണ്, ഈ രണ്ട് ഡെഫിനേഷൻ. അപ്പോൾ ഈ രണ്ട് ഡെഫിനേഷൻ ഒന്ന് നോക്കിയിരിക്കുക. മനസ്സിലായോ സെൻട്രലൈസേഷൻ എന്താണെന്നുള്ളത്? മനസ്സിലായോ? അപ്പോൾ വൈ സെൻട്രലൈസേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് സെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് റെപ്രസെൻറ്റ് സർട്ടൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് വിച്ച് ദ മാനേജ്മെൻറ്റ് ഫോളോസ്. അതായത് ദ മേജർ ഇംപ്ലിക്കേഷൻ ഓഫ് സെൻട്രലൈസേഷൻ ഈസ് ദ റിസർവേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ റിഗാർഡ് ടു പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് അറ്റ് ദ ടോപ്പ് ലെവൽ. And the other implication will depend on the philosophy of the management. Example, in a company where the top management is very particular about the use of authority, it will make all the operations and decisions at lower level subject to its approval only. So the top management of a company may prefer to reserve maximum authority with itself. സെർട്ടൻ റീസൺസ് എന്തൊക്കെയാണ് നോക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസേഷൻ നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്രേറ്റർ യൂണിഫോമിറ്റി. അതായത് യൂണിഫോമിറ്റി ഇൻ ആക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് വേറെ കമ്പനി വിഷസ് ഓൾ ഓപ്പറേറ്റീവ് യൂണിറ്റ്സ് ടു ഡു സെർട്ടൻ തിങ്സ് ഇൻ ദ സെയിം വേ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ മസ്റ്റ് ബി സെൻട്രലൈസേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഓൺലി ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഹാവിങ് സെൻട്രൽ അതോറിറ്റി ടു മേക്ക് ഡിസിഷൻ ക്യാൻ ബ്രിങ് യൂണിഫോമിറ്റി ഓഫ് ആക്ഷൻ ബൈ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ രീതിയിലും ഇറ്റ് ഫെസിലിറ്റേറ്റ് യൂണിഫോമിറ്റി ഓഫ് പോളിസി, പ്രൊസീജിയേഴ്സ് ആൻഡ് സിസ്റ്റം എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് ഇറ്റ് ഡെവലപ്സ് പേഴ്സണൽ ലീഡർഷിപ്പ്. അതായത് പേഴ്സണൽ ലീഡർഷിപ്പ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ സക്സസ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസ്. അതായത് പേഴ്സണൽ ലീഡർഷിപ്പ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ബിഗ് എൻ്റർപ്രൈസസ് ഓൾസോ. സോ ഇൻ ബോത്ത് കേസസ്, അതായത് സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ കേസിലാണെങ്കിലും ബിഗ് എൻ്റർപ്രൈസസിൻ്റെ കേസിലാണെങ്കിലും ദ ഓപ്പറേഷൻസ് ആർ റിലേറ്റീവ്ലി ഓൺ എ സ്മോൾ സ്കെയിൽ ആൻഡ് ദ ടോപ്പ് മാനേജർ ക്യാൻ കോൺസെൻട്രേറ്റ് entire authority with himself. So this will result in quick decision and actions which are essential for the success of the business.
മനസ്സിലായല്ലോ. അപ്പോൾ ഈ സെൻട്രലൈസേഷൻ്റെ ഒരു ഗുണം അതാണ്. ഇറ്റ് ഗീവ്സ് ദ ചീഫ് എക്സിക്യൂട്ടീവ്സ് ഗ്രേറ്റർ പവർ, പ്രസ്റ്റീജ് ആൻഡ് ഫീലിംഗ് ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ തേർഡ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എന്താ പറയുക, യൂണിഫോമിറ്റി ഓഫ് ആക്ഷൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു പ്രാവശ്യം. ദെൻ നെക്സ്റ്റ് വൺ, ഹാൻഡിൽസ് എമർജൻസീസ് പ്രോംപ്റ്റ്ലി. അതായത് സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇസ് എസെൻഷ്യൽ വെൻ ദ ബിസിനസ് കണ്ടീഷൻസ് ആർ അൺസർട്ടൻ ആൻഡ് എന്താ പറയുക, ദർ ആർ ചാൻസസ് ദാറ്റ് എമർജൻസി കണ്ടീഷൻസ് മേ ഡെവലപ്പ് ടു എൻഡേഞ്ചർ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി കമ്പനി. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻട്രലൈസേഷൻ വിൽ ഹെൽപ്പ് ഇൻ ടേക്കിംഗ് റാഷണൽ ഡിസിഷൻസ് ഫ്രം ബോത്ത് ഷോർട്ട് ആസ് വെൽ ആസ് ലോങ് ടേം പെർസ്പെക്റ്റീവ് ടു മീറ്റ് സച്ച് uncertainties. Okay. Then another advantage is it permits engagement of better specialist. അതായത് സ്പെഷ്യലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ സർവീസ് ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ലീഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. This is because of the increased responsibilities resulting from concentration of functions at central point. മനസ്സിലായോ എന്താണെന്നുള്ളത്? അതായത് എ certain degree of centralization of authority is necessary to unite and integrate the total operations of the enterprise എന്നാണ് പറയുന്നത്. Then another advantage is it facilitates control. അതായത് കോർഡിനേഷൻ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോർഡിനേഷൻ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇഫ് മാനേജ്മെൻറ്റ് ഹാസ് ടു പെർഫോം ദിസ് ഫങ്ഷൻ ബെറ്റർ, ഇറ്റ് മസ്റ്റ് റിസർവ് സം അതോറിറ്റി വിത്ത് ഇറ്റ് സെൽഫ്. So centralized control is needed to keep all parts of the enterprise moving harmoniously towards a common objective. And last one is it may result in lowering the cost. അതായത് reduced cost ആണ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷൻസ് ഇസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ മിനിമം. അതായത് എല്ലാം സെൻട്രലാണ് ചെയ്യുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല. സോ ഫിസിക്കൽ ഫെസിലിറ്റീസ് റിക്വയർഡ് are also less. So all these factors contribute to reduced cost. Okay, so these are the advantages of centralization. ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ഇൻക്രീസസ് ദ ബേർഡൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. എല്ലാ കാര്യം ചെയ്യുന്നത്, അതായത് തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും എല്ലാം ആരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്? ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ. സോ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദ ബേർഡൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ എങ്ങനെയാണ് ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ ബേർഡൻ കൂടുന്നത് എന്നുള്ളത്. Then second one, hampers the growth of subordinates. അതായത് ഒന്നിലും ആർക്ക് ചാൻസ് കിട്ടുന്നില്ല? സബോർഡിനേറ്റ്സിന് ചാൻസ് കിട്ടുന്നില്ല. എല്ലാം എടുക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സോ എന്താ പറയുക, അവിടെ എന്താ പറയുക, ദർ ഇസ് നോ ഡെവലപ്മെൻറ്റ് ഓഫ് ലോവർ ലെവൽ എംപ്ലോയീസ് ആസ് ദേ കനോട്ട് ടേക്ക് ഡിസിഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി. സോ ആസ് എ റിസൾട്ട് ദ മൊറേൽ ഓഫ് എംപ്ലോയി ഇസ് ലോ. ദെൻ നോ സ്കോപ്പ് ഫോർ സ്പെഷ്യലൈസേഷൻ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോ സ്പെഷ്യൽ മീൻസ് പേഴ്സൺസ് അറ്റ് ദ ഹെൽം ഓഫ് അഫെയേഴ്സ് ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മെനി തിങ്സ് അറ്റ് എ ടൈം ഡ്യൂ ടു സെൻട്രലൈസേഷൻ. സോ ദിസ് റെഡ്യൂസസ് ദ സ്കോപ്പ് ഫോർ എന്താ പറയുക, സ്പെഷ്യലൈസേഷൻ. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ടോപ്പിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർ എല്ലാ കാര്യത്തിലും അവർ അത്ര എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. സോ ഇറ്റ് ലാക്സ് എന്താണ്? സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ദെൻ ഡിലേഡ് ഡിസിഷൻസ്. അതായത് എല്ലാം ഒരാളെ തലേന്ന് തന്നെ വരണമല്ലോ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഉരുത്തിരിഞ്ഞ് വരണം. സോ ദർ ഇസ് ഡിലേ ഇൻ decision making because decisions are taken at top level. And last one is ineffective communication. അതായത് there may be problems in communication because of several layers between the top management and operative workers. So as a result, decisions are not implemented effectively എന്ന് പറയുന്നു. Then next is ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷന് നേരെ ഓപ്പോസിറ്റാണ് ഏതെന്ന് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The tendency of decentralization reflect a philosophy of organization and management. അതായത് it refers to
systematic dispersal of authority to lower levels of ഓർഗനൈസേഷൻ. ഡീസെൻട്രലൈസേഷനിൽ എന്താ നടക്കുന്നത് എന്നാണ് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ ഓൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പം ഇവിടെ എന്താ ചെയ്യുക, ഒരാൾക്ക് മാത്രം അധികാരം കൊടുക്കാതെ അതായത് അതോറിറ്റി എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇസ് മാക്ഫെർലാൻഡ് പറഞ്ഞത്, ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് അൾട്ടിമേറ്റ് അതോറിറ്റി ടു കമാൻഡ് ആൻഡ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ റിസൾട്ട്സ് ഇസ് ലോക്കലൈസ്ഡ് as far down in the organization as efficient management of the organization permits. One definition is given according to Allen. Decentralization refers to systematic effort to delegate to the lower levels all authority except that which can only be exercised at central point. But decentralization means reservation of some authority at the top level and delegation of authority to make decisions at points as near as possible to where action take place. Okay. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാം ഡെലിഗേഷൻ ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഡെലിഗേഷൻ എന്ന് പറയാം. അപ്പം നമുക്ക് ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ നോക്കാം. അതായത് എന്തെല്ലാണ് എവ്രിതിങ് ദാറ്റ് ഇൻക്രീസിങ് ദ റോൾ ഓഫ് സബോർഡിനേറ്റ് ഇസ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ദാറ്റ് ഡിക്രീസസ് ദ റോൾ ഇസ് സെൻട്രലൈസേഷൻ. അപ്പം ഡീസെൻട്രലൈസേഷനിൽ സബോർഡിനേറ്ററിൻ്റെ റോൾ ഇൻക്രീസ് ചെയ്യിച്ച് അവരെയും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഉൾപ്പെടുത്തും. അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെയും കൂടെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അവരുടെ റോൾ ഇസ് ഇൻക്രീസിങ്. നേരെ മറിച്ച് സെൻട്രലൈസേഷനിലാണെങ്കിൽ റോൾ ഡിക്രീസസ്. Then authority is retained by top management for taking major decisions. അതാണ് ഡീസെൻട്രലൈസേഷൻ്റെ പ്രത്യേകത. മേജർ ഡിസിഷൻസ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഓഫ് സം അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സം അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ. ഈ സം അതോറിറ്റി എന്ന് പറയുന്നത് പവർ ടു പ്ലാൻ, ഓർഗനൈസ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ. ഇതെല്ലാം ആരുടെ കൈകളിലായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ. നേരെ മറിച്ചിട്ട് ബാക്കി ഡിസിഷൻസൊക്കെ എടുക്കുന്നതും വർക്കുമായി ബന്ധപ്പെട്ട ഡിസിഷൻസൊക്കെ എടുക്കുന്നത് സബോർഡിനേറ്റ്സ്. ഓക്കെ. സോ ഡീസെൻട്രലൈസേഷൻ പാറ്റേൺ ഇസ് വൈഡർ ഇൻ സ്കോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ബേർഡൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. നേരത്തെ സെൻട്രലൈസേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ ബേർഡൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബേർഡൻ, ചീഫ് എക്സിക്യൂട്ടീവ്സിൻ്റെ ബേർഡൻ റെഡ്യൂസ് ചെയ്യാം. വെൻ ദർ ഈസ് എന്താ പറയുക, കൂടുതൽ കാര്യങ്ങളും ആരാണ് ചെയ്യുന്നത്? അവർ മേജർ ഡിസിഷൻസ് മാത്രമേ ചീഫ് എക്സിക്യൂട്ടീവ്സ് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ആർക്കാണ് കൊടുക്കുന്നത്? ലോവർ ലെവൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന്. സോ ദിസ് ഡിമിനിഷസ് ദ ടൈം അറ്റ് ഹിസ് ഡിസ്പോസൽ ടു കോൺസെൻട്രേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ functions. So decentralization of authority reduces chief executive's burden as he delegates a major part of his authority to his subordinates, and this will enable him to devote more time on important functions only. Okay, then second advantage is it improves motivation of സബോർഡിനേറ്റ്സ്. അതായത് എല്ലാ കാര്യങ്ങളിലും ആരെയും കൂടെ ഉൾപ്പെടുത്തുക ചെയ്യുന്നത്? സബോർഡിനേറ്റ്സിനെ ഉൾപ്പെടുത്തുന്നു. സോ ഇറ്റ് ഇംപ്രൂവ്സ്, അല്ലെങ്കിൽ ദർ ഇസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ. സോ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഫുൾഫിൽസ് ദ ഹ്യൂമൻ നീഡ്സ് ഓഫ് പവർ. അതായത് അവർക്ക് അധികാരം കിട്ടുന്ന പോലെയാണല്ലോ ഇൻഡിപെൻഡൻസ് ആൻഡ് സ്റ്റേറ്റസ്. So it gives the local executives an opportunity to take initiative and to try new ideas. So this improves their motivation and heightens their morale. So this will also foster team spirit and group cohesiveness among the subordinates. Okay. Then third advantage is quick decision making.
അതായത് ഡീസെൻട്രലൈസേഷൻ അവോയ്ഡ്സ് റെഡ് ടാപ്പിസം ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ആസ് ഇറ്റ് പ്ലേസസ് അതോറിറ്റി ഫോർ ഡിസിഷൻ മേക്കിംഗ് ആസ് നിയർ ആസ് പോസിബിൾ വിത്ത് എ പ്ലേസ് വെയർ ആക്ഷൻസ് ടേക്ക് പ്ലേസ്. അതായത് ചുവപ്പുനാട സമ്പ്രദായം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഒരു ഫയൽ നീങ്ങണം എന്നുണ്ടെങ്കിൽ പല കൈകളിൽ കൂടി പോയിട്ട് വേണം ഒരു ഫയൽ നീങ്ങാൻ വേണ്ടിയിട്ട്. അത് ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്താണ് അതോറിറ്റി എങ്കിൽ. പക്ഷേ ഡീസെൻട്രലൈസേഷനിൽ ആ ഒരു ഇത് ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. അതായത് ഡീസെൻട്രലൈസേഷൻ മിനിമൈസസ് ഡിലേ ഇൻ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ആൻഡ് ടു ദി വർക്ക് പ്ലേസ്. അതേപോലെ എല്ലാ ഡിസിഷൻസും എന്താവും എന്നാണ് പറയുന്നത്, പെട്ടെന്ന് എടുക്കാൻ പറ്റും. ദെൻ തേർഡ് അഡ്വാൻറ്റേജ് ഇസ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. അതായത് വെൻ അതോറിറ്റി ഇസ് ഡീസെൻട്രലൈസ്ഡ്, the subordinate get an opportunity of taking initiative to develop their talents and to enable themselves to develop qualities for managerial positions എന്നാണ് പറയുന്നത്. Okay, so the delegated authority provides them with greater independence, challenge and vision in the attainment of organizational goals. Then another advantage is growth and diversification. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ എംപ്ലോയീസ് അറ്റ് ലോവർ ലെവൽസ് ആർ ഗിവൺ ഗ്രേറ്റർ ഓട്ടോണമി. സോ ദേ വിൽ ദെൻ ടേക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് അഡോപ്റ്റ് ഇന്നോവേറ്റീവ് മെത്തേഡ്സ്. ദിസ് എൻകറേജസ് ഇൻ ദം ദ ക്രിയേറ്റിവിറ്റി. അപ്പോൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും എംപ്ലോയീസ്. സോ ദസ് ഡീസെൻട്രലൈസേഷൻ ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പം with the addition of new product line, an organization may grow complex and pose a challenge to top executives. But challenge can be met effectively by decentralizing the authority under the overall coordinating purview of top management. Then effective control and supervision. അതായത് the greater the degree of decentralization, the more effective becomes the span of control. So it leads to effective supervision as managers at lower levels have complete authority to make changes in work assignment, to change production schedule, to recommend promotions and to take disciplinary action. ലാസ്റ്റ് വൺ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. അതായത് ഇതൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുക ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് ആവുക ചെയ്യുന്നത്. അതായത് പീപ്പിൾ അറ്റ് ഓൾ ലെവൽസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. സോ ദിസ് ക്രിയേറ്റ്സ് ഡെമോക്രസി ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രോബ്ലം ഓഫ് കോർഡിനേഷൻ. അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത്. എല്ലാം ഇങ്ങനെ അധികാരം വികേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പം ദിസ് ഇസ് ദ വൺ ഓഫ് ദി major drawbacks of decentralization. It creates problems of coordination as authority lies dispersed throughout the organization. Then another disadvantage is no uniformity. അതായത് ഒന്നിലും എന്താ ഉണ്ടാവുക, ഒരേപോലെ എല്ലാ കാര്യത്തിലും ഒരേപോലെ കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, വർക്കിനോടുള്ള കാഴ്ചപ്പാട് പലതായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫോളോ യൂണിഫോം പോളിസീസ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ്. ദെൻ ഫെയിലിയർ ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. അപ്പം പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേസിലൊന്നും ഡീസെൻട്രലൈസേഷനെ കൊണ്ട് നടക്കില്ല. സെൻട്രലൈസേഷൻ ആണെങ്കിൽ അവിടെ എന്താണ്, ടോപ്പ് എക്സിക്യൂട്ടീവിന് ഒരു ഡിസിഷൻ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ അൺസർട്ടനിറ്റീസ്, ഇഫ് എ കമ്പനി ഈസ് സബ്ജക്റ്റ് ടു അൺസർട്ടനിറ്റീസ് ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു മീറ്റ് ദീസ് അണ്ടർ ഡീസെൻട്രലൈസേഷൻ. ദെൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ അറ്റ് ഡിഫറെൻറ്റ് അതോറിറ്റി ലെവൽസ്. അതിനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഓരോരുത്തരും ആരാണ് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ കളിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്തും എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, ഒരു എന്താ പറയുക, അൺഹെൽത്തി കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. സം യൂണിറ്റ്സ് മേ ട്രൈ ടു ഒപ്റ്റിമൈസ് പെർഫോമൻസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് അതേഴ്സ്. അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. നോട്ട് എക്കണോമിക്കൽ എന്നാണ് പറയുന്നത്. സെൻട്രലൈസേഷനിൽ നമ്മൾ പഠിച്ച് ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ്. അതായത് ഒരു ഒറ്റ ആളിലാണ് അധികാരം കിടക്കുന്നത്. അപ്പോൾ എല്ലാ ഡിസിഷൻസും കാര്യങ്ങളെല്ലാം നോക്കുന്നത് അദ്ദേഹമാണ്.
അതേമാതിരി വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്രീസസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആസ് ഇറ്റ് റിക്വയേഴ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് മാനേജേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ഡിവിഷൻസ്. അതേപോലെ കുറേ സ്റ്റാഫും അങ്ങനെ എല്ലാം കൂടെ ആവുന്ന സമയത്ത് എന്തിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, കോസ്റ്റ്ലി ആയിരിക്കും, നോട്ട് എക്കണോമിക്കൽ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ സർട്ടൻ കേസസ്. അതായത് സർട്ടൻ ആക്ടിവിറ്റീസ് കനോട്ട് ബി ഡീസെൻട്രലൈസ്ഡ്, അതായത് ഹാൻഡ്ലിംഗ് വിത്ത് ട്രേഡ് യൂണിയൻസ്, കോർപ്പറേറ്റ് ലോസ് എക്സെട്ര. അപ്പോൾ എല്ലാ ഇതിലും നമുക്ക് ഡീസെൻട്രലൈസേഷൻ പോസിബിൾ അല്ല. ഓക്കെ, നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. വെൻ എ ഫേം എസ്റ്റാബ്ലിഷസ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് വെൻ ദ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ആർ ഗിവൺ കൺസിഡറബിൾ ഫ്രീഡം ഓർ autonomy in decision making, and when there are reasonably effective ways of evaluating the performance of each division, the firm is considered to be decentralized. To the extent that an organization does not delegate a large part of responsibility and authority in decision making, the organization is considered to be centralized. So centralization and decentralization are the opposite ends of organization continuum എന്ന് പറയാം. On the one hand, centralization produces uniformity of policy and action, utilizes skills of centralized and specialized staff, and enable closer control over operating units. And on the other hand, decentralization tends to effect faster decision making and action on the spot without consulting higher levels. Decentralization has the effect of motivating the subordinates since they get a greater share in management decision making. അപ്പോൾ നമുക്ക് പറയാം സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതായത് ആബ്സല്യൂട്ട് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് ആൻഡ് ഇസ് നോട്ട് ഡിസൈറബിൾ ഇൻ എനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് മീനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സെൻട്രലൈസേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. അതായത് ഇറ്റ് ഈസ് ദ എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. ഡീസെൻട്രലൈസേഷൻ ഓൺ ദി അതർ ഹാൻഡ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. It takes place when delegation is made to all employees at a particular level. Then nature, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക്. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലിസ്റ്റിക്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെലിഗേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അതോറിറ്റി ഞാൻ വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം അധികാരം വികേന്ദ്രീകരണം എന്നാണ് അതിന് പറയുക. അതായത് നമ്മളവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ് നടക്കുന്നത്. ദെൻ കൺട്രോൾ നോക്കാം. ഡെലിഗേഷനിൽ എങ്ങനെയാണ് കൺട്രോൾ? ദ പേഴ്സൺ ഹു ഡെലിഗേറ്റ്സ് അതോറിറ്റി കീപ്സ് ദ പവർ ടു കൺട്രോൾ വിത്ത് ഹിംസെൽഫ്. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷനിൽ എങ്ങനെയാണ് വരുന്നത്? കൺട്രോൾ ഇസ് എക്സസൈസ്ഡ് ഇൻ എ ജനറൽ മാനർ. അതായത് അതോറിറ്റി ടു കൺട്രോൾ മേ ഓൾസോ ബി ഡെലിഗേറ്റഡ് ടു ലോവർ ലെവൽസ്. ഇനി ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും കമ്പൽസറി ആണോ നോക്കാം. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കമ്പൽസറി. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷൻ ഇസ് ഓപ്ഷണൽ. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ്, അതായത് ഡെലിഗേഷൻ ഇറ്റ് ക്രിയേറ്റ്സ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. നേരെ മറിച്ചിട്ട് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾ എംപ്ലോയീസ്. അല്ലാണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും. ഡെലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഞാൻ വേറൊരാൾക്ക് അത് ഡെലിഗേറ്റ് ചെയ്യണം, ആ അതോറിറ്റി. അപ്പോൾ അവിടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. നേരെ മറിച്ചിട്ട് ഡീസെൻട്രലൈസേഷനിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾ എംപ്ലോയീസ്. സോ ദർ ഇസ് നോ സച്ച് റിലേഷൻഷിപ്പ്. അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ദെൻ ക്യാരക്ടർ, അതായത് ഡെലിഗേഷനെ നമുക്ക് എങ്ങനെ പറയാം?
ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദി പോളിസി ഓഫ് ദി ഓർഗനൈസേഷൻ. And last one, responsibility. Responsibility in the case of delegation remains with the delegator only. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷനിൽ റെസ്പോൺസിബിലിറ്റി റിമൈൻസ് വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്. ഓക്കെ, so these are the differences between delegation and decentralization.